ഇതാണ് അവൻ്റെ വീട് കേട്ടോ. ഒന്നിനിപ്പോൾ വയറിങ്ങിനുള്ള വെട്ടിപ്പൊളിയൊക്കെ നടന്നുകൊണ്ട് കേട്ടോ. സാലിയ അൻ്റെ ഒന്നും പണി റെഡിയല്ല, അവൻ നോക്കിക്കണോ? ഇത്രയും നേരം വെറുതെ പോകാൻ നേരത്തെ പണിയെടുക്കാൻ, എന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പോ പ്രത്യേക ആണിയൊക്കെ എടുത്തല്ല, ഇതൊക്കെ ചുറ്റിക്കെടുത്ത് അടിക്കുന്നുണ്ട്. പോവാ വെക്കടാ, നെഞ്ചത്ത് വെക്കടാ. പണി കഴിഞ്ഞപ്പോ നല്ല വെക്കട്ടെ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ആഷിഖിന്റെ വീട് പണി കേട്ടോ, അവിടെ വയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അവൻ്റെ വീട് കേട്ടോ. ഒന്നിനിപ്പോൾ വയറിങ്ങിനുള്ള വെട്ടിപ്പൊളിയൊക്കെ നടന്നുകൊണ്ട് കേട്ടോ. കാണിച്ചു തരാം. എൻ്റെ മുഖം കാണിക്ക്. എൻ്റെ വീടാട്ടോ. അവിടെ കട്ടർ വെക്കുന്നുണ്ട്. അപ്പം നമ്മള് എല്ലാരും ഉണ്ട് കേട്ടോ. റൂമാണ് കേട്ടോ ആദ്യം കട്ടർ വെക്കുന്നത്. പിന്നെ ഈ പെരുമ്പൊള്ളി കേട്ടോ, കട്ടർ വെക്കാൻ കൊണ്ടേ അവിടെ ഉള്ളിൽ ഭയങ്കര പൊടി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്, അപ്പോൾ അതും കണ്ടിരിക്കുകയാണ്. കട്ടർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊളിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. റൂം മൊത്തം കട്ടർ വെച്ച് കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ പൊളിക്കാൻ പോകണേ. അറിഞ്ഞിട്ടാണോ സച്ചിനെ പഠിച്ചതാ? പിന്നീട് ത്രെഡ് തൊട്ട് ആ ചെറിയ എല്ലാം ഊരുന്നത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ രാവിലെ നേരത്തെ തീർക്കണം. ഇത് പണിയായതല്ലാതെ എങ്ങനെ ഞങ്ങളൊക്കെ പണിയെടുക്കും? പഠിച്ചൊന്നും ഒളിഞ്ചിട്ടിരിക്കുന്നു. പക്ഷെ ഞാനൊക്കെ പ്രൊഫഷണൽ പണിക്കാരനായ ഞാനൊന്നും ഒളിഞ്ചെറ്റിയും തൊടാറില്ല. എന്തായാലും മറ്റേ ഇത് കിട്ടിയ പോലെ ഇതല്ല പറഞ്ഞു. അറിഞ്ഞിട്ടാണോ? അറിഞ്ഞിട്ടാണോ? ഇതിനാട്ടോ നമ്മളെ ആഷിഖിന്റെ പെരന്റെ വയറിങ്ങിന്റെ മെയിൻ ആള്. അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ എനിക്ക്, അല്ലേ? പണി അറിയാം. പിന്നെ ഇവന്റെ വയറിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അടുക്കളയിൽ നിന്ന് റൂമത്തെ ഫാനിന്റെ സ്വിച്ച് ഇടാൻ പറ്റും, റൂമിൽ നിന്ന് മിക്സി, അടുക്കളയത്തെ മിക്സി പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതെ ടെക്നോളജി, അതൊക്കെയാണ് ഇവന്റെ പ്രത്യേകത. ആ അതിന്റെ ഒരു അഹങ്കാരം ഇവനക്കില്ല കേട്ടോ, അത്രയും ടെക്നോളജിയാണ്. എവിടെ അതീയല്ലേ, ഞാൻ വലിച്ചിട്ടില്ലല്ലോ. പണ്ട് 2 കൊല്ലം മുന്നേ വലിച്ചിട്ട് മറ്റേ ഇയാള് പുറത്താക്കിയത്. ഓ ഈ ഒരാഴ്ച വലിച്ച് കത്തി പോണു. എന്നിട്ട് 2 കൊല്ലം മുന്നേ കത്തി പോകില്ലേ? ഞാന് ആയുധം എന്നോ നിലത്ത് വെച്ചാ, പിന്നെ ഇന്നാ തൊടുന്നത്. പുറത്താക്ക ഞാനൊക്കെ ആയുധം എന്നോ വെച്ചോട്ടെ. ഇന്നിപ്പോ ആഷിഖിന്റെ വീട് പണി ആയതുകൊണ്ട് മാത്രം തൊട്ടതാണ്.
എന്റെ മൈക്ക് എടുത്തില്ല. മൈക്കൊണ്ടെന്നോ? മൈക്കിന് ഇപ്പൊ എന്താ വെള്ളത്തിനോ? മൈക്ക് പിന്നെ ഡസ്റ്റ് പ്രൂഫ് അല്ലേ. പണിക്കാർക്ക് പുതിയ സാധനം വന്നിക്കണേ. അസ്ലമ പൊടി എനിക്ക് അനങ്ങിയാണ്. അതാണ് സാലിയ അന്റെ ഒന്നും പണി റെഡിയല്ല, അവൻ നോക്കിക്കണോ? അയ്യോ ഭിത്തിക്ക് നോവും. പൊളിച്ച് 2-3 മണി വൃത്തിക്ക് കാണാം. അല്ലേതും വിശാലാട്ടോ, പൊളിക്കാനൊക്കെ വിശാലാട്ടാറ്. ഏത് പണിയും കൂലി വാങ്ങാതെ ചെയ്യും. ഏത് പണിയും കൂലി വാങ്ങാതെ ഏത് പണിയും ചെയ്യും. കൂലിപ്പണി നിഷാദ് കൂലിപ്പണി. കട്ടിലെടുപ്പ്, ഭിത്തി തുരക്കൽ, എല്ലാത്തിനും പൊഴുതനയിലെ ഉത്തമ പണിക്കാരൻ മിഷാദിന്റെ ബ്രാഞ്ചുകൾ ബോച്ചട്ടി. ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. അതല്ല ഈ വസ്തു വാങ്ങി ഒരു റൂം വെട്ടിപ്പൊളി കഴിഞ്ഞിട്ടോ പൈപ്പട്ടിക്കുന്നു. സച്ചിൻ തേക്കുന്നു. മുജീബ് തേപ്പിൽ ബെസ്റ്റ്. ഈ തേക്കണേന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ പറഞ്ഞോ? ഈ തേക്കണേന്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, പല വിധമുണ്ട്. പറ. കിട്ടിയില്ലല്ലോ. അതായത് എനിക്ക് കിട്ടിയില്ല. അനക്ക് കിട്ടിയില്ലേ? എന്താ തേക്ക് തേക്ക് ജോസ് തേക്ക്. ഇപ്പുറത്ത് പൊളിക്ക് പഠിക്കുന്നു. ഇനി അടുത്ത ശ്രമം അളവ് തെറ്റി. ഇതാ ഇങ്ങോട്ട് കേറാൻ പാടില്ല. അയ്യാ ഇത് ജസ്റ്റ് ആക്റ്റീവ് 13 പറഞ്ഞു. അതായത് അപ്ഡേറ്റ് ചെയ്തിട്ട് അനക്ക് വാങ്ങാനൊക്കെ പണിക്കാരൻ. അപ്പൊ ചേതായെന്ന് മറ്റേ എടുത്തില്ല. ഉള്ളിവടന്റെ അത് കവർ തൂക്കിട്ടിരിക്കണം അവിടെ. അങ്ങനെ നമ്മളെ വൈകുന്നേരം ചായ വന്നിട്ടോ.
പണിയെടുത്തതിലും തീറ്റ കൊടുക്കണ്ട. നേരത്തെ എന്നാ ചായ കുടി. പണിയെടുത്തതിലും ചായ കുടിച്ചോ? നമുക്ക് പണി കത്ത് അങ്ങോട്ട് കൊടുക്കടാ. ഈ കുടി ഈ കുടിച്ചിട്ട് ആദ്യം ഗണപതി കൊടുത്തിട്ട് പറയണ്ടേ. ചായ കുടിക്ക്. തമാശക്കെ പണിയെടുക്കാണ്ട് എങ്ങനെ ചായം കണി കുടിക്കാം? അതെ. വീഡിയോ എടുക്ക്, ഇവിടെ എടുക്ക്. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. പണിയെടുക്കേണ്ട ആവശ്യമില്ല, പണി പറഞ്ഞെടുത്താൽ മതി. പറഞ്ഞാൽ പറ്റില്ല, കോപ്പി അടിക്കാനല്ലേ? പണിയെടുക്കൂല, ചായം കഴിച്ചു. ഞാൻ അധ്വാനിക്കണ്ടോ? ഇതോ കട്ട വെച്ചാൽ നല്ലവരെ മേത്ത് പൊടിയാവടാ. കൊല്ലേ ഇതാണ് ഞങ്ങൾ മൂലാളി. ഏത് കാലം ഇപ്പൊ പിടിച്ചാൽ എനിക്ക് എന്റെ എല്ലാ ആഗ്രഹവും നടക്കും. സ്വർഗത്തിലെത്താനുള്ള ആഗ്രഹമല്ലേ? എന്റെ ആഗ്രഹങ്ങൾ ഒന്നേ സാധിച്ചു. വീട്ടിലിരിക്കണ്ടോ? ഏത് മൂടി എന്നാ ദേവസ്യാട്ടാ ഞങ്ങളങ്ങോട്ട് പണി ഞാൻ പറയാനുള്ളത് വെക്കടാ, നെഞ്ചത്ത് വെക്കടാ. പണി കഴിഞ്ഞപ്പോ നല്ല അങ്ങനെ നമ്മളെ പണി കഴിഞ്ഞിട്ടോ. പണി കഴിഞ്ഞ് എന്നാലും പണിയെടുക്കണ്ടേ. മെയിൻ ആളാണ്. ഇത്രയും നേരം വെറുതെ പോകാൻ നേരത്തെ ഒരു പണിയെടുക്കാൻ, എന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പോ പ്രത്യേകം ആണിയൊക്കെ എടുത്തല്ല, ഇതൊക്കെ ചുറ്റിക്കെടുത്ത് അടിക്കുന്നുണ്ട് പോവാന്ന് പറഞ്ഞപ്പോ. അപ്പോ ഇവിടൊക്കെ കേറി വരുന്ന ഇവിടെ വെട്ടിപ്പൊളിച്ചു പൈപ്പ് ഇട്ടിട്ടോ. ഇതോട്ടോ വേറൊരു മീൻ പണിക്കാരൻ. ഇത് മൊയിലാളി തൂക്കുന്നു. ഇവിടെ വെട്ടിപ്പൊളിച്ചിട്ടുള്ളൂ, ഇതിട്ടിട്ടില്ല കേട്ടോ, പൈപ്പ് ഇട്ടിട്ടില്ല. ഇതൊന്നിടോ ആശിക്കാരെന്നായിരുന്നോടാ ഇവിടെ എന്നാ പൈപ്പ് അടിക്കണേ? ഇന്ന് അടിക്കുന്നില്ലല്ലോ, ഇവിടെ നിന്ന് അടിക്കണില്ല. ഒരു റൂമും ഫിനിഷ് ആക്കിട്ടോ. എന്താ ഇവിടെ എന്നാ നിങ്ങളെന്നാ അടിക്കണേ? അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച. അപ്പൊ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടോ. അപ്പൊ പണി കഴിഞ്ഞിട്ടോ. അപ്പൊ ഞങ്ങള് പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു പണി? വീടിലെ പണി സെറ്റാ. മീൻ പണിക്കാരാണ്. ഉജിവാ കൂലി പറ. ഞങ്ങളെ കൂലി ഞങ്ങളെ ചോറ് ആട്ടും തൂക്കും ഇങ്ങോട്ട് തരാനേ. നഷ്ടാണ്. അപ്പോ ആർക്കെങ്കിലും പണിയൊക്കെ ഉണ്ടേതാ ഇവനെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. വീടിലും പണിയാണ്. പ്രമോഷന്റെ പൈസ കാര്യമാണ്. നല്ല പണിയെടുക്കും പട്ടിയെ പോലെ. ഞങ്ങള് നോക്കി നിൽക്കും. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു. ടൂൾസ് എല്ലാം തുടച്ച് വൃത്തിയാക്കാണ്. വീഡിയോ എടുക്കുന്ന പ്രമാണിച്ച് നിഷാദ് വേഗം ടൂൾസ് ഒക്കെ എടുത്ത് വൃത്തിയാക്കുന്നുണ്ട്. ഇത്രയും നേരം വെട്ടിപ്പൊളിക്കാതെ ഒരു മൂലക്കുന്ന ആള് തുടച്ച് വൃത്തിയാക്കാൻ മാത്രം വരുന്നുണ്ട്. അപ്പം
പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ. ഡൈനിങ് ഹാളെ കൂടി അടിക്കാനുള്ളൂ. മെയിൻ പണിക്കാരൻ വരാട്ടോ. അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ട് ചെയ്താ മുജീബ് നിങ്ങക്ക് വിശ്വസിച്ച് പണി ഏൽപ്പിക്കാം. അല്ല എന്റെ നമ്പർ കൊടുക്കണ്ടല്ലോ. അല്ല നമ്പർ കൊടുക്കണം ഇതില്. വിശ്വസിച്ച് പണി അല്ല ഇവനെ വിശ്വസിച്ച് പണി ഏൽപ്പിക്കാൻ പറ്റൂലേ? പിന്നെ വില തുച്ഛം. അപ്പൊ വിശ്വസിച്ച് പണിയൊക്കെ ഏൽപ്പിക്കട്ടോ. വില തുച്ഛം, ഗുണം മെച്ചം. അപ്പോ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഓക്കെ.